രണ്ട് കാര്യങ്ങൾ പറയാനുണ്ട്. അല്ല, ഏറ്റവും ആദ്യത്തെ കാര്യം, തിരുവനന്തപുരത്തിൻ്റെ ഏതെങ്കിലും സ്ഥലത്തിരുന്നാണ് നിങ്ങൾ ഈ ലൈവ് കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് കളക്ഷൻ പോയിന്റിലേക്ക് വരാൻ പറ്റാത്തൊരവസ്ഥയാണെങ്കിൽ നമ്മുടെ IOTDU എന്ന് പറയുന്നൊരു സംഘടനയുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് മുതലേ എനിക്ക് വളരെയേറെ പേഴ്സണലി പരിചയമുള്ളൊരു ടീമാണ്. ഒരുപാട് നന്മ പ്രവൃത്തികൾ ചെയ്ത, ഒരുപാട് ചാരിറ്റി പരിപാടികൾ ചെയ്യുന്നൊരു ടീമാണ്. ഓൺലൈൻ ടാക്സി ഡ്രൈവേഴ്സ് യൂണിയൻ ആയിരുന്ന ഇവരിപ്പോൾ ഇൻഡിപെൻഡൻറ്റ് ഓൺലൈൻ ടാക്സി ഡ്രൈവേഴ്സ് യൂണിയൻ ആയി മാറിയിരിക്കുകയാണ്. അപ്പോൾ ഇവർ അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് 2 നമ്പറുകളുണ്ട്. ആ നമ്പർ ഇവർ ഇതിൻ്റെ താഴെ കമൻറ്റ് ചെയ്തിടും. 2 നമ്പർ ഞാൻ പറഞ്ഞു കൂടെ തരാം. ഒന്നാമത്തെ നമ്പർ 8606650004, 8606650004. ഈ നമ്പറിലേക്ക് വിളിച്ചാൽ ഇവർ നിങ്ങളുടെ നാട്ടിൽ വന്ന് ഇത് കളക്ട് ചെയ്ത് കൊണ്ടുവന്നെത്തിക്കും. രണ്ടാമത്തെ നമ്പർ 9562489024, 9562489024. ഇത് താഴെ കമൻ്റായിട്ട് ഇവർ എത്തിക്കുന്നുണ്ടാവും. അപ്പം നിങ്ങൾ ഈ വയനാടിൻ ഹൃദയത്തിൻ്റെ പകുതി എന്ന് പറയുന്ന ഈ ക്യാമ്പയിനിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ നാട്ടിൽ നിന്ന് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്ന് എത്തിക്കാൻ പറ്റുന്നില്ല എങ്കിൽ ഇന്നിപ്പോൾ രാത്രിയിൽ ഒരു ആംബുലൻസ് ഏകദേശമൊക്കെ സെറ്റായിട്ടുണ്ട്. ആ ആംബുലൻസിലേക്ക് നമ്മുടെ രഞ്ജിത്ത് ആംബുലൻസ് ആണ് ആംബുലൻസ് തരാമെന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിലേക്ക് അതിൽ എണ്ണ അടിക്കാനുള്ളൊരു സ്പോൺസറും വന്നു. അപ്പോൾ അതിനകത്തേക്ക് നമ്മൾ ലോഡ് ചെയ്യാനുള്ളൊരു ലോഡ് സാധനം ആയിട്ടുണ്ട്. അങ്ങനെയാണ് ഇന്ന് രാത്രി തന്നെ ഇവിടെ നിന്ന് ആദ്യത്തെ ലോഡ് പോകും. ഇവരും ഇവരുടെ വാഹനങ്ങളുമായിട്ട് സപ്പോർട്ട് ചെയ്യാമെന്ന് പറയുന്നുണ്ട്. ഇതിലെ ഒരു വലിയൊരു കോംപ്ലിക്കേഷൻ കിടക്കുന്നതെന്ന് വെച്ചാൽ, നമുക്കിപ്പോൾ ഈ പറഞ്ഞ പോലെ പിന്നെ PRDയുടെ ഒക്കെ മെസ്സേജുകൾ അതിൻ്റെ ഗ്രൂപ്പിലും ഒക്കെയുള്ള മെസ്സേജൊക്കെ എന്നിലേക്കൊക്കെ എത്തിയിട്ടുണ്ട്. ഇപ്പം നിലവിൽ അവിടത്തേക്ക് ആവശ്യത്തിനുള്ള സാധനങ്ങൾ സർക്കാർ സംവിധാനങ്ങൾ വഴി മാത്രമാണ് ചെയ്യുന്നത്. ഇപ്പോൾ സർക്കാർ സംവിധാനങ്ങൾ പറയാതെ നമ്മൾ സാധനം കൊണ്ടുപോയാൽ നമ്മളത് കളക്ടറേറ്റിൽ എത്തിക്കണം. അതല്ല എങ്കിൽ നമ്മൾ ചിലപ്പോൾ പെടുമെന്നൊക്കെ. നമ്മൾ കളക്ടറേറ്റിൽ എത്തിക്കാം. ഈ പറഞ്ഞ പോലെ ഇതിങ്ങനെ സംഘടിപ്പിക്കരുത് എന്നതല്ലല്ലോ. ദുരിതാശ്വാസ നിധി വഴി മാത്രമേ പണം സ്വീകരിക്കുള്ളൂ. ഇവിടെ ഞങ്ങളും ഈ ക്യാമ്പ് വഴിയും പണം സ്വീകരിക്കുന്നില്ല. അത് ദുരിതാശ്വാസ ക്യാമ്പ്, മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി വഴി മാത്രമാണ് നിങ്ങൾ പണം കൊടുക്കേണ്ടത്. അതല്ലാണ്ട് മെറ്റീരിയൽ, ഇവിടെ എത്തിച്ച മെറ്റീരിയലുകളൊക്കെ ഞങ്ങൾ വയനാട്ടിൽ സുനിൽ പായിക്കാടിനെ വിളിച്ചു. അപ്പോൾ അദ്ദേഹം നമുക്ക് ഈ പറഞ്ഞ പോലെ അതിനകത്തുനിന്ന് കളക്ടറുടെ തന്നെ പെർമിഷൻ എടുത്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവരുടെ ആവശ്യമാണല്ലോ, അവരുടെ നാട്ടിലേക്കാണ് അതിൻ്റെ ആവശ്യം. അപ്പോൾ ഈ കാര്യം നിങ്ങൾ പരമാവധി പേരിലേക്ക് ഷെയർ ചെയ്തെത്തിക്കണം. ഈ നമ്മുടെ IOTDUവിൻ്റെ കൂട്ടായ്മ നിങ്ങളുടെ നാട്ടിലേക്ക് വന്നിട്ട് ഈ പറഞ്ഞ നിങ്ങളുടെ അടുത്തേക്ക് വന്നിട്ട് ആ നമ്പറിൽ വിളിച്ചാൽ മതി. നമ്പറിൽ വിളിച്ചാൽ 8606650004 അല്ലെങ്കിൽ 9462489024. ഇതിലേക്ക് വിളിച്ചിട്ട് നിങ്ങൾ ഒരു പോയിന്റിൽ കളക്ട് ചെയ്ത് വെച്ചാൽ, നിങ്ങളുടെ ക്ലബിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ഷോപ്പിലോ ഒക്കെ കളക്ട് ചെയ്ത് വെച്ചാൽ അവർ വന്നിട്ട് എടുക്കും. നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഫസ്റ്റ് എയ്ഡ്, കോട്ടൺ, ഡെറ്റോൾ, ജനറൽ മെഡിസിൻ, ബ്ലാങ്കറ്റ്, ടോർച്ച്, മെഴുകുതിരി, കൊതുകുതിരി, ലൈറ്റർ, പേസ്റ്റ്, ബ്രഷ്, സോപ്പ്, തോർത്ത് എന്നിവയാണ്. അതിൻ്റെ കൂടെ കുപ്പിവെള്ളം, സാനിറ്ററി നാപ്കിൻ, തുണി, കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ, അതുപോലെ ഡ്രൈ ഫുഡ്, പല സൈസിലെ ഇന്നർവേഴ്സ്, ബെഡ്ഷീറ്റ്, റെയിൻകോട്ട് എന്നിവയാണ് വേണ്ടത്. ഇതിൽ ആ കുപ്പിവെള്ളം ഒന്ന് കുറച്ചാലും സാരമില്ല, ബാക്കിയുള്ള സാധനങ്ങൾ ഇച്ചിരി കൂടുതലാണ്. കാര്യം നമുക്ക് കിട്ടിയത് കൂടുതലും കുപ്പിവെള്ളമാണ്. ഒരു വണ്ടിയുടെ പകുതിയിലേറെ ലോഡ്, അത്രയും സ്ഥലം എക്യുപ്ഡായി പോവും. അതുപോലെ തന്നെ അവിടെ ഈ പറഞ്ഞ വയനാടിൻ്റെ ഒരു ഭാഗത്താണ് ഈ പ്രശ്നം എന്നുള്ളതുകൊണ്ട് കുപ്പിവെള്ളം അവർക്ക് ഇവിടെ നിലവിൽ അവൈലബിൾ ആണ്, മറ്റ് പ്രശ്നങ്ങളില്ല. അവിടെ കുപ്പിവെള്ളം എന്ന ആ സ്ഥലം കൂടി നമുക്ക് ഈ പറഞ്ഞ പോലെ ജനറൽ മെഡിസിൻസ് ഒക്കെ പോലെയുള്ള കോട്ടൺ പോലെ, പിന്നെ കത്രിക പോലെ, പ്ലാസ്റ്റർ പോലെ, ബാൻഡേജ് പോലെയുള്ളതൊക്കെ എത്തിയാൽ അതായിരിക്കും കുറച്ചുകൂടി നല്ലത്. അപ്പോൾ ഇവരെ നിങ്ങളിപ്പോൾ തന്നെ വിളിച്ചാൽ നന്നാവും. അതുപോലെ തന്നെ മറ്റ് പിന്നെ